സാധാരണ ഇലക്ഷന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആരാ നിങ്ങളുടെ നേതാവ്, എന്താ നിങ്ങളുടെ പരിപാടി? ഇത് സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ കർണാടൻ മത്സരിക്കുകയാണെങ്കിൽ കർണാടൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി, ഇന്ദിരാഗാന്ധി മത്സരിച്ച് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി, നരേന്ദ്രമോദി മത്സരിച്ചാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി, എ കെ ആൻ്റണി മത്സരിച്ചാൽ എ കെ ആൻ്റണി, ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്രാവശ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, വി ഡി സതീശനാണോ, അത് പിന്നെ രമേശ് ചെന്നിത്തല, അത് ആൾമോസ്റ്റ് കോൺഗ്രസ് ഒരു ക്ലിയർ ചെയ്തിട്ടുണ്ട്, വി ഡി സതീശന് തന്നെ കൊടുക്കും. അപ്പോഴാണ് ഇപ്പുറത്തൊരു ചോദ്യം പറ്റുന്നത്, ഇരട്ടച്ചങ്കനാണോ അതോ കാരണഭൂതനാണോ അതോ ക്യാപ്റ്റനാണോ കപ്പിത്താനാണോ ലെജൻഡാണോ, ആരാണ്? പിണറായി വിജയൻ 3-0 വരുമോ എന്നുള്ളൊരു ചോദ്യം. മൂന്നാമതും വരുന്ന, ഒന്നാമത്തെ ചോദ്യം ഭരണം വരുമോ എൽ ഡി എഫിന്, രണ്ടാമത് പിണറായി വിജയൻ തന്നെ വരുമോ? അപ്പോൾ ഗോവിന്ദൻ മാഷ് പറയുന്നത് അതിപ്പോൾ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. എൽ ഡി എഫ് സർക്കാർ വരും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് പറയാം, പക്ഷേ പിണറായി വിജയനാണോ എന്നുള്ളത് അപ്പോൾ അത് പറയാൻ പറ്റത്തില്ല. മഞ്ചേശ്വരത്തും കാസർഗോഡുമൊക്കെ പിന്നെ ആളുകളുടെ തിരക്കും തിക്കുമൊക്കെ കണ്ടപ്പോൾ, അതായത് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, വികസന ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ പ്രചരണ ജാഥ നടന്നുകൊണ്ടിരിക്കുകയാണ് കാസർഗോഡ്. ആ പ്രചരണ ജാഥയിൽ മഞ്ചേശ്വരത്തും പിന്നെ കാസർഗോഡുമൊക്കെ കണ്ടത് CPM ഇടതുപക്ഷവും വർഗീയതയ്ക്കെതിരെയുള്ള വലിയ നിലപാടെടുത്ത് ജനലക്ഷങ്ങളാണ് ലക്ഷം പിന്നാലെ, തിരിഞ്ഞു നോക്കിയപ്പോൾ ആരുമില്ല, എന്നാലും ഉണ്ട് ലക്ഷം പിന്നാലെ എന്നാണ് പറയുന്നത്. അവിടെ ഒരു സത്യം പറഞ്ഞാലും അത് ഭരണവിരുദ്ധ വികാരമില്ല, സത്യം പറഞ്ഞാൽ ഭരണവിരുദ്ധ വികാരമില്ല എന്നും പിന്നെ അതുകൊണ്ട് തന്നെ SDPI പോലുള്ള സംഘടനകൾ പറയുന്നതിനോടൊന്നും നമ്മൾ യോജിക്കേണ്ട കാര്യമില്ല. ജമാഅത്ത് ഇസ്ലാമിയെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് മുസ്ലിങ്ങൾ നമ്മളോടൊപ്പമുണ്ട്, അത് മാത്രം മതി. അതുകൊണ്ട് ന്യൂനപക്ഷമുള്ള അകൽച്ചയൊക്കെ പരിഹരിക്കാൻ ശ്രമിക്കും. ഏതെങ്കിലും അകൽച്ച ഉണ്ടെന്നപ്പോൾ സമ്മതിച്ചു ഗോവിന്ദൻ മാഷ്, പരിഹരിക്കാൻ ശ്രമിച്ചും LDFിൻ്റെ വർഗീയതയ്ക്കെതിരായ നയങ്ങൾ ന്യൂനപക്ഷങ്ങളെ ബോധ്യപ്പെടുത്തും. ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്നവരാണെന്ന് അവരെ ബോധ്യപ്പെടും. SDPIയും ജമാഅത്ത് ഇസ്ലാമിയുമായിരിക്കും UDF ആണ് സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് കണക്ക് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും, മുഴുവൻ കണക്കും ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. ജില്ലാ കമ്മിറ്റിയുടെ കണക്ക് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. കുഞ്ഞികൃഷ്ണൻ്റെ കാര്യമൊക്കെ അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുകയും മുഖ്യമന്ത്രി ആരാകുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല, പക്ഷെ നയിക്കുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. അപ്പോഴൊരു ചോദ്യമുണ്ട്, ഗോവിന്ദൻ മാഷെ, പിണറായി വിജയനെ കൊണ്ട് നയിപ്പിച്ച് ജയിപ്പിച്ചെടുത്തതിന് ശേഷം അദ്ദേഹത്തിനെ മാറ്റിയാൽ അതൊരു വർഗ വഞ്ചനയല്ലേ എന്നൊരു സംശയം എയറിൽ ഉണ്ട്.